ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഇതൊക്കെ ഇഷ്ടായോ? പ്രൈസ് ദി ലോർഡ്. പിന്നെ സന്തോഷത്താൽ ധ്യാനം ദൈവകൃപയാൽ പ്രത്യേകമായിട്ട് പൂർത്തിയാക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ഡീക്കന്മാരുടെ ധ്യാനമായിരുന്നു. ഈ നാളുകളൊക്കെ പട്ടം സ്വീകരിക്കാൻ പോകുന്ന ഡീക്കന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇടവകയിലോ അല്ലെങ്കിൽ പരിസരത്തൊക്കെ പട്ടം ഉണ്ടെങ്കിൽ എല്ലാം ഒന്നൊക്കെ പോയി സംബന്ധിക്കുന്നതൊക്കെ വലിയ ദൈവാനുഗ്രഹമായിരിക്കും അല്ലേ. നല്ല ദൈവകൃപയുള്ള അച്ഛന്മാരുണ്ടാകുമെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥന സപ്പോർട്ട് കൊടുക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ അറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. അതായത് അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പലരും അവർക്ക് ആശീർവാദം സ്വീകരിക്കാൻ അല്ലെങ്കിൽ കാണാനോ വരാനോ ഒന്നും പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ആശീർവാദം കൊടുക്കുമ്പോഴല്ലോ അതുപോലെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും കേട്ടോ. ഞാൻ ഒരു സംഭവം പറയാം. ഞാൻ എവിടെയാണ് ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു ചേട്ടൻ ഓടി വന്നു. എൻ്റെ അച്ഛാന്നൊക്കെ പറഞ്ഞു, അങ്ങനെ സ്നേഹമാണല്ലോ. അങ്ങനെ ഓടി വന്ന് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്താണെന്നറിയാം. പുള്ളി പറയുകയാണ്, എൻ്റെ അച്ഛാ, എൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ എവിടെ ഭക്ഷണം കണ്ടാലും കഴിക്കണം. അതായത് ഫുൾ ടൈം ഭക്ഷണം കഴിക്കാതെ നമുക്കിപ്പോൾ ഉദാഹരണം ഞാൻ 3 നേരം 4 നേരമൊക്കെയാണല്ലോ കഴിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, പുള്ളി എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അതുപോലത്തെ ഒരു അവസ്ഥയും എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ എവിടെയോ വെച്ച് ഇങ്ങനെ ഒരു ആശീർവാദം, ഇത് പറഞ്ഞൊരു ആശീർവാദം മേടിച്ചെന്ന് പറഞ്ഞു. ഒരു ആശീർവാദം കൊടുത്ത് അത് സ്വിച്ച് ഇടുമ്പോൾ കറണ്ട് വരുന്നല്ലോ, സ്റ്റോപ്പായി എന്ന് പറഞ്ഞു. ഇപ്പം നോർമൽ അങ്ങനത്തെ ഒരു, അപ്പം എന്താ അത്, ചിലപ്പോൾ എന്താ ശരീരത്തിൻ്റെ എന്താ രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പൈശാചിക പേടിയായിരിക്കും, കൊതിയായിരിക്കാം, നമുക്കറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ സന്തോഷത്തിലൊന്ന് സാക്ഷ്യം പറഞ്ഞു വർക്കുക. ഇന്നിപ്പോൾ സാക്ഷ്യം വായിച്ചില്ലേലും ഒരു സാക്ഷ്യമൊക്കെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആശീർവാദങ്ങളെല്ലാം നൽകുമ്പോൾ ഈശോയുടെ ശക്തി പ്രവഹിക്കും. എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്, നമ്മുടെ കഴിവല്ല, പക്ഷേ ഇത് ഈശോ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ആ ബോധ്യമുണ്ട് ഉറപ്പായിട്ടും. നമുക്കങ്ങ് പ്രാർത്ഥിക്കാം അല്ലേ. ആ പട്ടത്തിൽ കഴിയുന്നവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ചികിത്സ കഴിയുന്നവർ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പോസ്തലർ പ്രവർത്തനം 21:17, ആക്ട്സ് ചാപ്റ്റർ 21:17, 21:17. എന്റെ സകലർക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കിട്ടിയ സ്വീകരണവും കൊടുത്ത സ്വീകരണവും എങ്ങനെയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കണം, എൻ്റെ പ്രിയപ്പെട്ട സമയത്ത് ഞാൻ തലശ്ശേരി മദർ ഹോം ധ്യാന കേന്ദ്രത്തിലായിരുന്നു ഡീക്കന്മാരെ ധ്യാനം നടന്നിരുന്നത്. അപ്പം ഞാൻ ഓർക്കാണ്, ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഒരു ബെന്നിച്ചനും ഇവിടെയുള്ള അച്ഛന്മാരും ഒക്കെ മൈക്കിളച്ഛനും മറ്റേ MSTയിലെ ഒരു അച്ഛനൊക്കെ എന്തൊരു ഇവിടെയുള്ള ശുശ്രൂഷകര് എന്തൊരു സ്നേഹവും ഒരു ദൈവത്തിൻ്റെ കൃപ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളെ മനുഷ്യരെ സ്വീകരിക്കുന്ന രീതി, നമ്മൾ അവരെ സ്വീകരിക്കുന്ന രീതി ഒക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് ഈ വചനവും കർത്താവ് കണക്ട് ചെയ്തിട്ടുള്ളത്. പൗലോസിലെ പറയുക, ഞങ്ങൾ ജെറുസലേമിലെത്തിയപ്പോൾ സഹോദരർ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. നല്ലൊരു വചനമാണ്. അതായത് പൗലോസ് യാത്ര പുറപ്പെടുകയാണ്. അപ്പം പല സ്ഥലത്തു നിന്നൊക്കെ യാത്ര പുറപ്പെടുമ്പോൾ അവർ പറയുക, നിങ്ങൾ ദയവായിട്ട് ജെറുസലേമിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ട്. കാരണം ഒരു ദർശനം, ഒരു വെളിപാട്, ഒരു പ്രോഫസി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടും. പൗലോസിലേക്കാട് ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ മെസ്സേജായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ദൈവം പൗലോസിൽ നിന്ന് ദൈവം ചെയ്ത് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് കൂടപ്പറപ്പുകൾ പറഞ്ഞാൽ എല്ലാവരും പൗലോസിലേക്ക് പറഞ്ഞു, അങ്ങനെ ഭീരുമല്ല, ദൈവഹിതമാണ് പോയത്. കർത്താവിനോട് ജെറുസലേമിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് പേടിച്ചിട്ട് ഞാൻ പോകാതിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ വിവേകം ഉപയോഗിക്കും. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അപ്പോൾ കേസറിയായി എന്നുള്ള കുറച്ച് പേരും കൂടെ പോകുന്ന വഴിക്ക് കേസറിയായാലും കുറച്ച് പേരും കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ചെന്ന് കപ്പലിറങ്ങിയായിരിക്കും. അവിടെ ഇറങ്ങി ചെന്ന് പറയാം, ജെറുസലേമിലുള്ള സഹോദരർ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. ചിലപ്പോൾ നമ്മൾക്ക് സ്വീകരിക്കാൻ സമയം ദൈവമായി ഇത് പണിയായല്ലോ, ഇവിടെ സമയം പോവില്ലോ, ഇതൊക്കെ വരാം അല്ലേ. പിന്നെ ചില ഡയലോഗുകളൊക്കെ വരും അല്ലേ. അപ്പോൾ കുരിശ് അല്ലേ, അങ്ങനെയൊക്കെ പറയും. ദൈവമേ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നു നോക്കിയേ, ഈശോയുടെ കുരിശൊക്കെ നമ്മളിങ്ങനെ അല്ലേ, ചിലപ്പോൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ദൈവനിന്ദ പോലും അല്ലേ. നമുക്ക് പരിശുദ്ധമല്ലേ ഈശോയുടെ കുരിശ്, ആദ്യത്തെ ബലിപീഠമല്ലേ അത്, ശരിയല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത്.
പിന്നെ അത് മാത്രമല്ല എൻ്റെ സഹോദരങ്ങളെ, അതായത് അതിഥികളെ സ്വീകരിക്കുക, ഇതൊക്കെ ബൈബിളിലെ മനോഹരമായ ഹെബ്രായ ലേഖനത്തിൽ കിടക്കുന്ന വചനങ്ങൾ, പഴയ നിയമത്തിൽ അബ്രാഹവുമായി ബന്ധപ്പെട്ട വചനങ്ങളെല്ലാം നമ്മൾ ഓർക്കണം. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക, നമുക്ക് ഇന്നേ വരെ കിട്ടിയിരിക്കുന്ന സ്വീകരണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക. ചില സമയത്ത് നമ്മളെ കണ്ട സമയത്ത് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാതെ പുള്ളി തിരിഞ്ഞു പോയതൊക്കെ അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം. അപ്പം നമ്മളെങ്ങനെ ചെയ്യുന്നത് എന്താ, നമ്മൾ എടുക്കേണ്ട രീതി എങ്ങനെയാണ്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പെരുമാറണം. ചില ആൾക്കാരുണ്ട്, എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ ഞാൻ എന്തിനാ, അല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. അതല്ലല്ലോ വചനം. വചനം അതല്ലല്ലോ. നമ്മൾ വചനമല്ലേ പാലിക്കേണ്ടത് എൻ്റെ സഹോദരങ്ങളെ, അല്ലേ? എത്രയോ സ്ഥലത്ത് നമുക്ക് നല്ല ഒരു ഫാമിലി ഹോമിലി അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ട്, അല്ലേ? എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളെ കാണാൻ വേണ്ടി വരുന്നവര് അതിൽ പെട്ടെന്ന് ഇങ്ങോട്ട് മുങ്ങി കയറി വാതിലടിച്ചു, അല്ലേ? പലതരത്തിലുള്ള സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് എൻ്റെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല, അല്ലേ? ഓക്കെ, ഇനി കുറച്ച് സമയം ഉള്ളെങ്കിൽ പോലും കുറേ സമയം ഇതെങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാട്ടോ ഏതാണ് സ്വീകരിച്ചിട്ട് പോകാമല്ലോ, അതെങ്കിലും ചെയ്യാമല്ലോ, അല്ലേ? അപ്പം അതുകൊണ്ട് ഇതുവരെ ഇങ്ങനത്തെ ഉള്ള വചന ലംഘനങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇനി പുറത്ത് കാണിച്ചില്ലെങ്കിൽ പുറത്ത് വല്ല കോളേജിൽ ഭയങ്കര ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരം എങ്ങനെ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഇത് എപ്പോഴാണ് പോകുന്നത്? ഇതൊക്കെ മാനുഷികമാണ്, എല്ലാ ജീവിതാവസ്ഥയിലുള്ളവർക്കും അത് ബാധകമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ വചനം കൊണ്ട് പാലിക്കാം. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓരോ വചനം പാലിക്കുമ്പോൾ നമുക്കൊരു ജീവൻ കിട്ടുമല്ലേ. നമുക്ക് അങ്ങോട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, നന്നായിട്ട് അങ്ങോട്ട് സ്തുതിക്കാം. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവായ ദൈവമേ, ചിലപ്പോൾ ഞങ്ങൾക്ക് ഉപകാരമുള്ളവരെയൊക്കെ സ്വീകരിക്കുന്ന വിധവും ഉപകാരമില്ലാത്തവരെ സ്വീകരിക്കുന്ന വിധവും, മോടിയായ വസ്ത്രം ധരിച്ചവനല്ലാത്തവനെയും പണമുള്ളവനെയും പണമില്ലാത്തവനെയും യാക്കോബ് 2 പറയുന്ന പോലെ വിവേചനത്തോടെയുള്ള പെരുമാറ്റം, ഇതൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ ഓർത്ത് ഈശോ ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങൾക്കൊരു തിരിച്ചുവരവിന്റെ സാഹചര്യം തരണമേ. ഈ വചനം പാലിച്ച് ജീവിക്കാൻ പ്രത്യേക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അനുതാപവും കുമ്പസാരവും എല്ലാം അതിന്റെ ഭാഗമായി തീരട്ടെ. ഓരോ വചനം കേട്ട് ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ആശീർവദിക്കുക. നിങ്ങളെ ചിലപ്പോൾ ദുഷ്ടാരികൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, നിത്യാത്മയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഇവരുടെ നിയോഗങ്ങളെല്ലാം കർത്താവ് കരുണ കാണിക്കട്ടെ. കർത്താവ് വചനം ഇവരെ താങ്ങട്ടെ, വചനം ജീവിക്കട്ടെ, ഇവരുടെ സുവിശേഷമായി മാറട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഇനിയുള്ള സാഹചര്യം ഈ വചനം പെട്ടെന്ന് ഓർമ്മയിൽ വന്ന് പ്രവൃത്തികൾ വ്യത്യാസം വരട്ടെ. അതുപോലെ തന്നെ കർത്താവ് ഇപ്പം പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പെട്ട് ചികിത്സയിൽ കഴിയുന്നവർ, ഫിസിയോതെറാപ്പി ചെയ്യുന്നവർ, അതേപോലെ സ്ട്രോക്ക് ഉണ്ടായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ കഴിയുന്ന ഏതെങ്കിലും അപകടങ്ങൾപ്പെട്ട് കഴിയുന്നവർ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ, പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാത്തവർ, ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നവർ, കർത്താവ് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ആശീർവദിക്കുകയാണ്. കർത്താവായ ദൈവമേ, സംരക്ഷണം ഞങ്ങൾക്ക് നൽകിയ കർത്താവെ, ഇവരെയും പ്രത്യേകം സംരക്ഷിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുരിശനാൽ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.